കാക്കാന്മാർ കൂടെയുണ്ടെങ്കിൽ ഞങ്ങളൊരനർത്ഥവും ഭയപ്പെടുകയില്ല. UDFിൻ്റെ നിലവിലുള്ള പോക്ക് കണ്ടാൽ ഒരേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്. കേരളത്തിലെ സകലമാന മുസ്ലിങ്ങളും തങ്ങൾക്ക് വോട്ട് ചെയ്യും. മുസ്ലിം വോട്ട് തങ്ങൾക്ക് പൂർണ്ണമായി ലഭിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് കരുതിയാണ് UDFിൻ്റെ ഇപ്പോഴുള്ള പോക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും നടപ്പിലും എടുപ്പിലുമെല്ലാം ആ മുസ്ലിം പ്രീണനം നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിൽ സമാപിച്ച ആ തേൻകണി യാത്രയിൽ നടന്ന സംഭവങ്ങൾ. നമുക്കറിയാം, തിരുവനന്തപുരം മുൻ DCC അധ്യക്ഷനായിരുന്ന പാലോട് രവി, ആ പാലോട് രവിയെ തന്നെ ഇപ്പോൾ പദവി തിരികെ കൊടുത്തിട്ടില്ല എങ്കിലും ഇവർക്ക് മറ്റൊരു DCC പ്രസിഡന്റിനെ കണ്ടെത്തുവാൻ ഇതുവരെ സാധിക്കാത്തതിനാൽ, ശേഷിയില്ലാത്തതിനാൽ ആ പാലോട് രവി തന്നെയാണ് ആ പദവിയിൽ ഇപ്പോൾ തുടരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ പരിപാടി. കഴിഞ്ഞ ദിവസം നടന്ന മുഖ്യ പരിപാടിയുടെ അവതാരകനായിരുന്നു പാലോട് രവി. പാലോട് രവിയുടെ ആ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള സുഖപ്പീര് നമുക്കൊന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. ഇത് പുണ്യമാസമാണ്, ഇത് വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്, റംദാൻ മാസമാണ്. ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല, ശ്രീ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. വളരെ വിനയത്തോടെ തങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സതീശന്റെ തേൻകണി യാത്രയുടെ അതല്ലെങ്കിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടുന്ന ആ വേദിയിൽ ചന്ദ്രികയുടെ പ്രത്യേക ബുക്കിന്റെ പതിപ്പ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത് കാണുക. തങ്ങൾ ആദരണീയനായ തങ്ങൾ ചന്ദ്രികയുടെ ഒരു പതിപ്പ്, പുനർപതിപ്പ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുവാൻ നിയോഗിച്ചത് മറ്റാരുമായിരുന്നില്ല, അബ്ദുൾ സമദ് സമദാനി ആയിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നല്ല രീതിയിൽ പരിഭാഷപ്പെടുത്തുവാൻ കഴിവുള്ളവർ ഉണ്ടെന്നിരിക്കെ സമദാനിക്ക് തന്നെ ആ പദവി നൽകിയതിൻ്റെ പിന്നിലും മുസ്ലിം പ്രീണനം മാത്രമാണ്. എന്നാൽ സമദാനിയുടെ ആ പരിഭാഷ വളരെയേറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. കാരണം വളരെ ഗുരുതരമായ മിസ്റ്റേക്കുകളാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പ്ലാൻ ചെയ്തത് തന്നെയാണ് സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. എന്നാൽ സമദാനി മനഃപൂർവ്വം ആ പേര് ഉച്ചരിച്ചില്ല. രാഹുൽ ഗാന്ധി പറയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ മലയാളം നന്നായി അറിയാത്ത രാഹുലിന് പോലും കാര്യം പിടികെട്ടി അദ്ദേഹം സഞ്ജു സാംസന്റെ പേര് സ്പെസിഫിക്കായി പറയണമെന്ന് ആവശ്യപ്പെട്ടു. വല്ല ബഷീറെന്നോ സുലൈമാനെന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സമദാനി ആ പേര് ഉച്ചരിച്ചേനേയും എന്നായിരുന്നു എല്ലാ വാർത്തകളുടെയും അടിയിൽ വന്ന കമൻറ്റുകൾ. അതുപോലെ ആ പ്രസംഗത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഗുരുതരമായ മിസ്റ്റേക്കുകൾ ഇദ്ദേഹം ഉണ്ടാക്കി. ഈ സമദാനിയെ ആ ചടങ്ങിൻ്റെ പരിഭാഷകനായി കൊണ്ടുവന്നത് തന്നെ മുസ്ലിം പ്രീണനത്തിൻ്റെ മറ്റൊരു മുഖമായി നമുക്ക് കാണാം. എന്തു തന്നെയായാലും VD സതീശൻ്റെ പ്രസംഗത്തിലായാലും അതുപോലെ ഇവരുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിലും മുസ്ലിം ലീഗിനെ പരമാവധി സുഖിപ്പിക്കുക, മുസ്ലിം വിഭാഗം തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട എന്ന ഒരു നിലപാടിലായിരുന്നു ആ ചടങ്ങിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ. ആ ചടങ്ങിലെ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന സകല കാര്യങ്ങളും അതുതന്നെയാണ്. നമുക്കറിയാം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ആ നോമ്പ് കാലഘട്ടത്തിലൂടെ, വലിയ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിനെക്കുറിച്ചൊരു പരാമർശം പോലും ഉണ്ടായില്ല എന്നോർക്കണം. ഉണ്ടായ പരാമർശം മുഴുവൻ ഇത് റംസാന്റെ പുണ്യമാസമാണ്, ആ നോമ്പുകാലമാണ് എന്ന പരാമർശം മാത്രമാണ്. ആ വേദിയിൽ തന്നെ എത്രയോ ക്രൈസ്തവരായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ബോധപൂർവമായ ആ മറവി അവിടെ ഉണ്ടായതിൻ്റെ പിന്നിൽ ആ മുസ്ലിം പ്രീണനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. It's nice to see Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്.
സഞ്ജു സാംസണെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന്റെ പേരിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇനി ഈ പാലോട് രവിയെ പുറത്താക്കുവാൻ കാരണമായ ആ ഫോൺ സംഭാഷണം ഒന്ന് കേട്ട ശേഷം നമുക്ക് ഉടനെ മടങ്ങി വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ജലീലാണ് പുല്ലമ്പാറയെന്ന്. പറയൂ ജലീൽ. 9 മെയ് 9 ഞങ്ങളുടെ അവിടെ അഹമ്മദാബാദ് AICC 8, 9, 10 ഈ മാസമല്ല, അടുത്ത മെയ് മെയ് 9 തലേക്കുന്ന് ബഷീർ സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ്. വെരി ഗുഡ്. ഞാൻ വരും. കൃത്യമായി വരണം. പിന്നെ പ്രേമേന്ദ്രൻ MP ആണ് ഇതിന്റെ തലേക്കുന്ന് ബഷീർ അനുസ്മരണം ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ വരും, അന്ന് കണ്ട് നോട്ടീസിൽ പേര് വയ്ക്കത്തക്ക രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ബഷീറിന്റെ ഏത് പരിപാടി നമ്മളിവിടെ ഏകദേശമായി നമ്മളിപ്പോ പണി തുടങ്ങും. തികയത്തില്ല, പക്ഷെ നമ്മൾ ഇറങ്ങി പൈസ ഉണ്ടാക്കും, നമ്മളത് പൂർത്തീകരിക്കും. അത് വാശിയിൽ നിൽക്കുകയാണ് ഞാൻ. എന്റെ കുടുംബ സംഗമം എങ്ങനെ ഉണ്ടായിരുന്നു? തേമ്പാമൂട് വാർഡ് നന്നായിരുന്നു. പുല്ലമ്പാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു. സിദ്ദീഖ് MLA ഞാൻ കൊണ്ടുവന്നു. അതല്ലേ, സിദ്ദീഖ് MLA വരുന്നു. അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ജംഗ്ഷനിൽ ആള് കൂട്ടുന്നല്ല. സകല വീടുകളുമായി ഒരു വാർഡിൽ ബന്ധം ഉണ്ടാകണം. 6 മാസത്തെ സമയത്തിന് നോട്ടീസ് അടിച്ചുകൊണ്ട് പോയാലും അവര് ഇല്ല, അത് നടക്കൂല. അന്ന് ഞാൻ എന്റെ കാലുവെങ്കിൽ എല്ലാ വീടിലും ഏതാണ്ട് 245 വീട് ഞാൻ കയറി ഇറങ്ങിയവനാണ്. എന്നാൽ ആള് വരും. ഈ തെരഞ്ഞെടുപ്പിന് ഒരു നോട്ടീസും അടിച്ചോണ്ടൊരു സ്ഥാനാർത്ഥി വെച്ച് ചെന്നാൽ ഒരുത്തൻ നമുക്ക് വോട്ട് ചെയ്യില്ല. ഇല്ല. എനിക്ക് മറിച്ച് ഇപ്പോഴേ ഓരോ വീട്ടിലും ചെന്നിരുന്ന് പരാതികൾ കേട്ട് പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ആ വീട്ടിൽ പോയി വലിയൊരു ചങ്ങാത്തം ഉണ്ടാക്കി അവരെന്തെങ്കിലും ചില കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും. ഒരുപാടുണ്ട്. നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്നത് നസീർ അബൂബക്കറാണ്. അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവനെയും കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളെ ചീത്ത വിളിക്കുന്ന ഒരു രംഗമായിരുന്നു. അതെല്ലാം സാന്ത്വനപ്പെടുത്തി. എല്ലാരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ. പാർട്ടി നോക്കും. ഇനി പാർട്ടി ഇവിടെ ആനുകൂല്യം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത്, നമ്മുടെ എന്നല്ല, ഞങ്ങളുടെ ഭാഗത്തു കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജൗബറിന്റെ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ജൗബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല, ഭാരവാഹിത്വം വെക്കുന്നില്ല. അത് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവനെ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും. ഇവന് 4 സ്ഥാനമുണ്ട്. ഒന്ന് മണ്ഡലം തച്ചുകൊടുത്താലേ നമ്മൾ 3-ാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജലീലെ വെറുതെ വീരവാദം പറഞ്ഞ് നമ്മളൊക്കെ നടക്കാമെന്ന് കുഴിച്ചും ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും പറഞ്ഞ് ഓരോ താല്പര്യവും പറഞ്ഞ് കൂടെ ഇതിനെ കുഴിച്ചു മൂടുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് 4 വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല. വെള്ളുമലടി, പന്തപ്പിലാവിക്കോണം, പാലാങ്കോണം, പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം. പക്ഷെ ഈ 4 വാർഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ്. നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങിടും. ഒരു നേതാക്കൾ ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളിക്കേണ്ടേ, നാളെ നമ്മളെ പരിപാടിയാണ്, മറ്റന്നാ 3-ാം തീയതി UDFന്റെ പരിപാടി, നിങ്ങൾ വരണം എന്നൊരു ഭംഗി വാക്ക് പറയില്ല. അതാവും നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ ആരെങ്കിലും മനസ്സിലായില്ലേ? അതായത് നീയും മണ്ഡലം പ്രസിഡന്റും തമ്മിൽ കീരിയും പാമ്പുമാണെന്ന് അവിടുത്തെ പ്രവർത്തകർക്ക് ജനങ്ങൾക്കും അറിയാം. എങ്ങനെ അവിടെ പാർട്ടി രക്ഷപ്പെടും? ഒറ്റ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ കീരിയും പാമ്പല്ല, ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്ന ഇത് ഞങ്ങളുടെ
മണ്ഡലം പ്രസിഡന്റാണ്, അയാൾ രാപകലില്ലാതെ പ്രവർത്തിക്കുന്നു, അയാൾ ഇതാ ജലീൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും. അല്ല പറയുന്നകള് അങ്ങനെ അല്ലെന്നൊരിടത്തും ഒരിടത്തും അങ്ങനെ. എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ഈ നാശത്തിന്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ്. ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം എങ്ങനെ കാലുവാരാമോ, എങ്ങനെ ബഹുജനങ്ങളെ. പക്ഷെ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ്. ഞാൻ ഈ പറയുന്ന വാചകം നീ കുറിച്ചു വെച്ചോ. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് 1 വർഷത്തിന് മുമ്പ് എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയും. കാരണം നമ്മുടെ മുഖം അവിടെ വികൃതമാണ്. ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നെ ഈ ജനങ്ങളുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്നമാക്കുകയാണ്. പ്രസിഡന്റ്, എനിക്ക് ജൗഫർ എന്നൊരു വ്യക്തിയോട് എതിരുള്ള മണ്ഡലം പ്രസിഡന്റോട് എനിക്കെതിരില്ല. ഇവൻ എന്തിനാ 4 സ്ഥാനം? ബഷീർ സാറിനെ 81 മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 77 SLCക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിന് അറിയാം. 77 സാറ് 40 സ്ഥാനമുള്ള ആളാണെന്ന് പല DCC പ്രസിഡന്റുമാരും KPCC പ്രസിഡന്റും. എന്തിനാണ് സുധാകരന് MP സ്ഥാനം? എന്തിനാണ് സുധാകരന് നമ്മുടെ 40 സ്ഥാനമില്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞു എന്നാണ്? ഷംസുദ്ദീൻ എത്ര സ്ഥാനങ്ങളാ? രമണിക്ക് എത്ര സ്ഥാനങ്ങളാ? അതെ, നീ അങ്ങനെ പറ. ഇത് ഒരാളിന്റെ പേര് പറ. ആനക്കുഴി ഷാനവാസ് എത്ര സ്ഥാനങ്ങളാ? സത്യം. നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്ത് നോക്കുക. സത്യം. അല്ല, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കൊരു വേദനയുണ്ട്. ജൗഫറിനോട് വ്യക്തിപരമായ എതിർപ്പുണ്ട്, പക്ഷെ മണ്ഡലം പ്രസിഡന്റിനോട് എതിരില്ല. അയാൾക്ക് കൂടെ നന്നാവണം. വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത്. നിങ്ങൾ കുഴിച്ചു മൂടുകയാണെന്ന്. ഇല്ല പ്രസിഡന്റ്, തമ്മിൽ ബന്ധമില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇടിക്കും. അവന്റെ അവസരം കിട്ടുമ്പോഴെല്ലാം നിന്നെ ഇടിക്കും. ഇടിച്ച് താഴെയിട്ട് അവസാനം ഈ മഹാപ്രസ്ഥാനത്തെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കുഴിച്ചു മൂടുന്നു. ഞാൻ കുഴിച്ചു മൂടൂല. ഞാൻ വരും. ഈ തേമ്പാമൂട് വാർഡിലുള്ള ഒരുത്തനാണ് ജൗഫർ. കുടുംബസംഗമം നടത്തിയപ്പോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാനൊരു എങ്ങനെ നീ ഈ പാർട്ടി നന്നാക്കി? എന്റെ തിരിച്ചുള്ള ചോദ്യം അതാണ്. ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ്? യോജിച്ചു പോകാൻ കഴിയുന്നില്ല. ശരി, പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഞാൻ യോജിക്കാം. പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കാം. നീ ഒരു 10-50 വർഷം അല്ലെങ്കിൽ 10-30 വർഷവും സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ്. 36 കൊല്ലം. അതുപോലെ തന്നെയാണ്. അടിച്ച് തീർത്ത് നോക്കുമെങ്കിൽ കുഴി എടുത്ത് ഇതിനെ കുഴിച്ചു മൂടണം. ഇല്ല, ഞാൻ പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് തരാം. ഞാൻ ആളെ എന്റെ വാർഡ് ഞാൻ നോക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? നിന്റെ മണ്ഡലം പ്രസിഡന്റും നീയും തമ്മിൽ ഈ കീരിയും പാമ്പുമായി നിൽക്കുന്നിടത്തോളം കാലം പാമ്പൊന്നുമില്ല. എനിക്ക് സ്നേഹം തന്നെ അവന്റെ അടുത്ത്. വളരെ വികൃതമാണ്. ഞാൻ പുല്ലമ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം. നെല്ലനാടും വികൃതമായി, പുല്ലമ്പാറയും നിങ്ങൾക്ക് കിട്ടത്തില്ല. നെല്ലനാട് ഇത്തവണ ഞാൻ രമണിയിലൂടെ ഞാൻ അക്കമിട്ട് പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് കുടുംബ സംഗമത്തിൽ പോലും അവരെ വിളിച്ചാ വരൂല. അത് സത്യമാണ്. വിളിച്ചാ വരുന്നതല്ല, അവരുടെ വാർഡിനകത്ത് BJPക്ക് വലിയ സ്വാധീനമായി ഉണ്ട്. മുക്കുന്നൂർ വാർഡ് ഈ നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല, പുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല, വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നതല്ല, പനവൂര് നമുക്ക് കിട്ടത്തില്ല. ആ നാട് വളരെ അകലെയാണ്. നന്ദിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും. ഇതൊക്കെ അവരുടെ കൂടെ ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ അസംബ്ലി തിരിച്ചു വരും? ശരി, നാളെ മണ്ഡല കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗുണദോഷിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറയാം. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. പിണറായി വിജയന് 3ാമതും തുടർഭരണം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയനാക്കി പുറത്താക്കിയ ഇയാളാണ് ഇപ്പോൾ ആക്ടിംഗ് DCC പ്രസിഡന്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.